ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. പ്രിയ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, ഗുരുദേവ കഥകൾ എന്ന പേരിൽ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ അധികവും ഗുരുദേവൻ്റെ അത്ഭുത പ്രവൃത്തികളെപ്പറ്റി ആയിരുന്നല്ലോ. ഗുരുദേവനെ കേവലം സമുദായ പരിഷ്കർത്താവായും ഈഴവ ഗുരുവായും കാണുന്നവർ ഗുരുദേവൻ ആരാണ് എന്ന് അറിയാത്തവരാണ്. എന്ന് ഈ കഥകളിൽ നിന്ന് എങ്കിലും ഇത് കേൾക്കുന്നവർക്ക് ബോധ്യമായി കാണുമല്ലോ. ഒരിക്കൽ ഗുരുദേവൻ്റെ ജീവചരിത്രം എഴുതുന്നതിനെ പറ്റി ഒരാൾ ഗുരുദേവനോട് ചോദിച്ചപ്പോൾ അതാരെങ്കിലും വിശ്വസിക്കുമോ എന്ന് ഗുരു ചോദിക്കുകയുണ്ടായി. തീർത്തും അവിശ്വസനീയമായി തോന്നുന്ന സംഭവ പരമ്പരകളാണ് ഗുരുദേവൻ്റെ ജീവചരിത്രത്തിലുള്ളത്. അതിൽ ചിലതൊക്കെയാണ് ഇവിടെ പറയപ്പെട്ടത്. ഇനിയും അനേക സംഭവങ്ങൾ പറയാനുണ്ട്, അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഗുരുദേവ ജീവചരിത്രത്തിലെ അറിഞ്ഞിരിക്കേണ്ടതായ മറ്റു ചില സംഭവങ്ങളിലേക്ക് കടക്കാം. ശ്രീനാരായണ ഇപ്പോൾ എത്ര സംഘടനകൾ നിലവിലുണ്ട് എന്ന് കൃത്യമായി അറിവ് നമുക്കില്ല. എന്നാൽ ഗുരുദേവൻ സ്ഥാപിച്ചതായ 2 സംഘടനകളുണ്ട്. ഒന്ന് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം അഥവാ SNDP. 2 ശ്രീനാരായണ ധർമ്മസംഘം. ഇതിലാദ്യം സ്ഥാപിതമായത് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗമാണ്. SNDP യോഗം സ്ഥാപിച്ച് അതിൻ്റെ പ്രവർത്തനം വിപുലമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഗുരുദേവൻ ധർമ്മസംഘം എന്ന പേരിൽ സന്യാസിമാർക്ക് മാത്രമായിട്ട് ഒരു സംഘടന രൂപീകരിച്ചത്. രണ്ടിലും ശ്രീനാരായണ ധർമ്മമുണ്ടല്ലോ. അതായത് SNDPയിൽ ശ്രീനാരായണ ധർമ്മമുണ്ട്. അത് പരിപാലിക്കുക എന്നതാണ് ആ സംഘടനയുടെ ലക്ഷ്യം. അത് കൃത്യമായും നടക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ ശ്രീനാരായണ ധർമ്മത്തിന് വേണ്ടി മറ്റൊരു സംഘടന ഉണ്ടാക്കേണ്ടതായ ആവശ്യം ഉണ്ടാവുക ഇല്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ ഗുരുദേവൻ്റെ കാലത്ത് തന്നെ SNDP യോഗത്തിന് മാർഗഭ്രംശം സംഭവിച്ചു എന്നാണോ പറയുന്നത്? അതെ, ആ കാലത്ത് തന്നെ അങ്ങനെ സംഭവിച്ചു. ഗുരുദേവൻ SNDP യോഗത്തിനും ഈഴവ സമുദായത്തിനുമായി കൊടുത്ത ഒരു സന്ദേശമുണ്ട്. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ആ സന്ദേശം ഇങ്ങനെയാണ്: സംഘടനയുടെ ഉദ്ദേശ്യം ഒരു പ്രത്യേക വർഗക്കാരെ മാത്രം ചേർത്ത് ഒരു സമുദായത്തെ സൃഷ്ടിക്കുവാൻ ആകരുത്. മതപരിഷ്കാരം എന്നുള്ളത് ഏതെങ്കിലും ഒരു മതസംഘത്തെ ഉപേക്ഷിച്ച് മറ്റൊരു സംഘത്തിൽ ചേരുവാൻ ഉള്ള ശ്രമം മാത്രമായി കലാശിക്കരുത്. നമ്മുടെ സമുദായ സംഘടന എല്ലാ മനുഷ്യരെയും ഒന്നായി ചേർക്കുന്നതായിരിക്കണം. മതം വിശ്വാസ സ്വാതന്ത്ര്യത്തെ അനുവദിക്കുന്നതും സംസ്കൃത ബുദ്ധികൾക്ക് എല്ലാം സ്വീകാര്യവും മനുഷ്യരെ ഒരു ഉത്തമമായ ആദർശത്തിലേക്ക് നയിക്കുന്നതും ആയിരിക്കണം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന സനാതനധർമ്മം അങ്ങനെയുള്ള ഒരു മതമാകുന്നു. ഈ സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നവരെ എല്ലാം ഒന്നായി ചേർക്കുന്നതും സംഘടനയ്ക്ക് ഏറ്റവും ഉത്തമമായ രീതിയായിരിക്കുമെന്ന് നമുക്ക് തോന്നുന്നു. മതപരിവർത്തനം കൂടാതെ അസമത്വങ്ങളും ബുദ്ധിമുട്ടുകളും തീരുകയില്ല എന്ന് വിചാരിക്കുന്നവർക്ക് ഈ സനാതന ധർമ്മത്തെ മതമായി സ്വീകരിക്കുന്നത് അവരുടെ മതപരിവർത്തനവും സ്വാതന്ത്ര്യ പ്രഖ്യാപനവും ആയിരിക്കുന്നതാണ്. ഇത് ആ കാലത്ത് SNDP യോഗം ഭരിച്ചിരുന്ന ഈഴവ പ്രമാണിമാർക്ക് കൊടുത്ത അന്ത്യശാസനമാണ്. ഇതിൽ നിന്ന് തന്നെ SNDP യോഗത്തിന് സംഭവിച്ച മാർഗഭ്രംശം എന്താണ് എന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഗുരുദേവൻ ഇവിടെ പറഞ്ഞ സനാതനധർമ്മം ഒരു ജാതി, ഒരു മതം,
ഒരു ദൈവം മനുഷ്യന് എന്നത് ഏകത്വബോധമാണ്. അങ്ങനെയുള്ള ഏകത്വബോധം മനുഷ്യരിൽ പ്രചരിപ്പിക്കുക എന്നതാണ് ശ്രീനാരായണ ധർമ്മത്തിൻ്റെ പരിപാലനവും പ്രചരണവും. നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ജാതിചിന്തയും ഉച്ചനീചത്വ വിചാരവും മനുഷ്യരിൽ നിന്ന് പെട്ടെന്ന് അങ്ങ് വിട്ടുപോകാൻ പ്രയാസമാണ്. ഗുരുദേവൻ ശരിക്കും ആരാണ് എന്നുള്ള തിരിച്ചറിവുള്ളവർ പോലും തീരെ കുറവാണ്. അധികം ആളുകളും ഇപ്പോഴും എന്തൊക്കെയോ അത്ഭുതസിദ്ധികളുള്ള ഒരു സന്യാസിയായിട്ടാണ് അന്നും ഇന്നും ഗുരുദേവനെ കരുതുന്നത്. ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങളായിരിക്കാം ഗുരുദേവൻ്റെ ഉപദേശങ്ങൾ വേണ്ട വിധം ഉൾക്കൊള്ളാനും വിശ്വസിക്കാനും യോഗ നേതാക്കൾക്ക് സാധിക്കാതെ വന്നത്. SNDP യോഗം ഈഴവരുടെ മാത്രമായ ഒരു സംഘടനയായി അധപ്പതിച്ചത്. അതിൻ്റെ ഫലമായി മറ്റു സമുദായക്കാരും അവരവരുടേതായ സമുദായ സംഘടനകൾ ഉണ്ടാക്കി. ഇപ്പോഴാരും ജാതി ചോദിക്കുകയില്ല, പറയുകയുമില്ല. പകരം അവരവരുടെ സമുദായ സംഘടനകളുടെ പേര് പറയും. ഈഴവനാണോ എന്ന് ചോദിക്കുന്നതിന് പകരം SNDP ആണോ എന്ന് ചോദിക്കും. കുറച്ചു നാൾ മുമ്പ് ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഞാൻ വിശ്വകർമാവാണ് എന്ന്. വിശ്വകർമാവ് ദേവശില്പിയാണ്, സൂര്യൻ്റെ ഭാര്യയുടെ പിതാവാണ് എന്നൊക്കെയാണ് പുരാണങ്ങളിൽ കാണുന്നത്. എന്തായാലും SNDP ഒരു ഈഴവ സംഘടനയെ ആക്കിയതോടുകൂടി ശ്രീനാരായണ ധർമ്മ പരിപാലനം എന്ന പണിയിൽ നിന്ന് അത് മുക്തമായി. മാത്രവുമല്ല, ശ്രീനാരായണ ഗുരുവിനെ ഒരു ഈഴവ ഗുരുവാക്കി മാറ്റുകയും ചെയ്തു. അതിനും പുറമെ ഹിന്ദു സമുദായത്തെ അനേകം ജാതി സംഘടനകളാക്കി ഭിന്നിപ്പിച്ച് നിർത്തുന്നതിനും സഹായിച്ചിട്ടുണ്ട്. ഓർക്കുക, ഗുരുദേവൻ പറഞ്ഞ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന തത്വം ലോകത്തെങ്ങും പ്രചരിച്ചിരുന്നുവെങ്കിൽ ഇന്ന് നടക്കുന്ന വർഗീയ കലാപങ്ങളും തീവ്രവാദവും യുദ്ധങ്ങളും എല്ലാം ഒഴിവായേനെ. SNDPക്ക് ഉണ്ടായ ഈ പതനത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമുക്ക് മേലിൽ ഈ സംഘടനയുമായി യാതൊരു ബന്ധവും ഇല്ല എന്ന് ഗുരുദേവൻ പറഞ്ഞതും തുടർന്ന് ശ്രീനാരായണ ധർമ്മസംഘം സ്ഥാപിച്ചതും. ശ്രീനാരായണ ധർമ്മസംഘത്തെപ്പറ്റി നാളെ ചർച്ച ചെയ്യാം. നമസ്കാരം.